പുതിയ വീട് ഇട്ട് വന്നിരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു ലൈൻ ഇങ്ങനെ നേരെ അങ്ങോട്ട് എടുക്കാണ്ടായിരുന്നു ഫ്രണ്ടിക്ക്. അവർ ആദ്യത്തെ ടീം ഇവിടെ ഇട്ടത്, പക്ഷേ അവർ ഫ്രണ്ടേജ് അവിടെ വരുന്നത്. അപ്പോൾ അവർക്ക് അവിടുന്ന് കാല് കഴുകണമെങ്കിൽ അവിടുന്ന് നേരെ ഇങ്ങോട്ട് വരണം. അപ്പോൾ ഒരു ബുദ്ധിമുട്ട് കാരണം അവർ നമ്മോട് പറഞ്ഞ് അങ്ങോട്ട് വെച്ചിടാൻ പറ്റും വെച്ചപ്പോൾ നമ്മൾ ഓക്കെ പറഞ്ഞു. അപ്പോൾ ഇവിടെ ടാപ്പിങ് കഴിയുമ്പോൾ നേരെ എക്സ് നിപ്പിൾ ഇട്ടുകൊണ്ട് നമ്മൾ നേരെ എന്ത് ചെയ്ത് SS T ഇട്ട് ഫുൾ ഉള്ളിൽ ത്രെഡ് വരുന്ന 3 സൈഡ് ഉള്ളിൽ ത്രെഡ് വരുന്ന T ഇട്ടുകൊണ്ട് നേരെ MTA അര MTA ടാപ്പ് ഒഴിവാക്കണ്ട പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ ഇത് T ഇട്ടത്. അല്ലെങ്കിൽ ഇവിടെ നേരെ MTA നേരെ ഇങ്ങോട്ട് ഇട്ടുകൊണ്ട് നമുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൽ വേണ്ടാന്ന് ഇവിടുത്തെ ടാപ്പ് ഉണ്ടായിക്കോട്ടെ പറഞ്ഞുകൊണ്ടാണ് നമ്മളിങ്ങനെ T ആക്കിയത്. നേരെ MTA 2 എൽബോ നേരെ ചുമരുമൊക്കെ അടുപ്പിച്ച് നമ്മൾ നേരെ അടിയിലൊരു എൽബോ ആക്കി നേരെ ഇങ്ങോട്ട് ഇവിടെ നേരെ മണ്ണൊന്ന് ചെറുതായി മാറ്റിക്കണം നമ്മൾ. അരഞ്ച് തന്നെ ഇവിടെ നിന്നൊക്കെ പോകണത്, കാരണം അരഞ്ച് അവിടെ നിന്നുകൊണ്ട് ഫുൾ അരഞ്ചിട്ട് വന്നുകൊണ്ട് ഇവിടുന്ന് കയറുന്നത് നമ്മൾ എന്ത് ചെയ്ത് 3/4 എൽബോ ഇട്ടാണ്ട് ബുഷിട്ട് 3/4 ബുഷിട്ട് കണ്ട് ഈ അരഞ്ച് നേരെ കയറ്റി. കാരണം പോയിൻറ്റ് സോക്കറ്റ് 3/4 വരണം, 3/4 വരണേ, അരക്കര ഇല്ല. അപ്പോൾ അത് കാരണം നമ്മൾ 3/4 നേരെ പൊന്തിച്ച് എൽബോ ഇട്ട് നേരെ പൊന്തിച്ച് 245 ഒരു എൽബോ. ഇവിടെ നമ്മൾ വേറെ നമ്മൾ കോൺട്യൂൺ ചെയ്യാത്തതുകൊണ്ട് ഉറപ്പിന് വേണ്ടിയിട്ട് നമ്മൾ 2 ക്ലാമ്പ് ചെയ്ത് 2 വട്ട ക്ലാമ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്, ഒന്ന് ആട്ടം കുറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നേരെ വെള്ളം വന്നു. അപ്പോൾ വർക്കിംഗ് കണ്ടീഷൻ ആയിരിക്കണം, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഫ്രണ്ടേജ് ഇതാണ് വരുന്നത്. അപ്പോൾ ഇത് ഇവിടെ ബുദ്ധിമുട്ട് കാരണം അവർ പറഞ്ഞത് അങ്ങോട്ട് പോകണം, ബുദ്ധിമുട്ട് കാരണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.